ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിയിരിക്കുന്ന സിനിമയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ആഴ്ച അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തോടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഏകദേശം 12ഓളം സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റഹ്മാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒമർ ലുലു അണിയിച്ചൊരുക്കി കഴിഞ്ഞ ഓണനാളുകളിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് സന്തോഷ വാർത്തയുടെ ഡയറക്ടർ തന്നെ എത്തിയിരിക്കുകയാണ്. ചിത്രം 2 വീക്കിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കുക, ചിത്രം ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അവിടെ പിന്നെ അടുത്തൊരു ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഏജന്റ് എന്ന് പറയുന്ന മമ്മൂട്ടി അഖിൽ അക്രേനി കേന്ദ്ര കഥാപാത്രത്തെത്തിയ തെലുങ്ക് ചിത്രമാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുള്ളത്. 2023 ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് OTT റിലീസ് നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ വരുന്ന മാർച്ച് മാസം 14 അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ചിത്രം OTT വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ നമുക്ക് മലയാളത്തിൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്തൊരു സിനിമയെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ആദ്യം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു എന്നും സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ബാലു വർഗീസ് അർജുൻ അശോകൻ അനശ്വര രാജൻ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി പ്രഷർ കാത്തിരിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. മാർച്ച് മാസം ലാസ്റ്റോടുകൂടി ഈ സിനിമ ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു 5ാമത്തെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രം എത്തി കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ക്രിസ്മസ് നാളുകളിൽ തിയേറ്ററുകളിലോട്ട് എത്തിയ ചിത്രമായിരുന്നു എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞ സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഒരു മികച്ച കോമഡി എന്റർടൈനർ ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന മാർച്ച് മാസം 30 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകാമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6ാമത്തെ ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നു നോക്കിയാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമെത്തിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷ് ഗോപിയും കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം സ്വന്തമാക്കി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന മാർച്ച് മാസം 14 അതായത് ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. ഈ ആഴ്ച മമ്മൂക്കയുടെ 2 സിനിമകളാണ് OTT വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 7ാമത്തെ അപ്ഡേറ്റ്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കപ്പ് എന്ന് പറയുന്നത് മലയാള സിനിമയുടേതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ഒരു സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്ന സിനിമ. മാത്യു തോമസ്, ബേസിൽ ജോസഫ്, നമിത പ്രമോദ്, അനിക സുരേന്ദ്ര തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയിച്ചിട്ടുണ്ട്. മാർച്ച് മാസം ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത 9ാമത്തെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമെത്തി കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ ഈ വരുന്ന മാർച്ച് മാസം ചിത്രത്തിനെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ ഹനീഫ് അദീനെ ഡയറക്ട് ചെയ്ത് 2023 തിയേറ്ററുകളിലോട്ട് എത്തിയ ചിത്രമായിരുന്നു രാമചന്ദ്ര ബോസാൻകോ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് മാസം 28 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഒരു 11ാമത്തെ അപ്ഡേറ്റ്സ് നോക്കിയാൽ ഈ ഒരു വർഷത്തെ ആദ്യത്തെ റിലീസായിട്ട് എത്തിയ ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ്, സൗബിൻ ഷാഹിർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഒരു മികച്ച കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന മാർച്ച് മാസം തന്നെ ചിത്രത്തിന് സ്ട്രീമിംഗ് നടത്തുന്നുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചാക്കോച്ചനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്റഫ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ പ്രിയാമണിയും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മികച്ച സിനിമയായിട്ട് 50 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന മാർച്ച് മാസം 20 ഈ ഒരു സിനിമയിലെ സ്ട്രീമിംഗ് നടത്താൻ പോകുകയെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമയിലെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 1ാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ബാന്ദ്ര എന്ന് പറയുന്ന ദിലീപ് നായകനായിട്ട് എത്തിയ ചിത്രത്തിന്, അതോടൊപ്പം ഹണ്ട് എന്ന് പറയുന്ന ഭാവന കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രത്തിന് വളരെ നാളുകളായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഈ 2 സിനിമയ്ക്കായിട്ട്. ഇപ്പോൾ 2 ചിത്രങ്ങളുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഈ വരുന്ന
മാർച്ച് മാസം തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് OTT സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ത്രയോ എന്ന് പറയുന്ന സിനിമയാണ്. 2024 റിലീസിനെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ലെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഇന്ന് മുതൽ ത്രയോ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.